ചിലവർക്ക് ഇപ്പം ചെറുതിലേ കിട്ടിയേക്കുന്ന പല ട്രോമാസും ഇപ്പം എനിക്ക് പാരൻസ് തന്നെ കുറേ ട്രോമ കൊടുക്കുന്നുണ്ട്. ഈ ഭക്ഷണം കൊടുക്കാൻ നേരത്ത് കഴിച്ചില്ലെങ്കിൽ ഭൂതം വരും എന്ന് പറഞ്ഞ് അവിടെ തൊട്ടേ കുട്ടികളെ പേടിപ്പിക്കുക. ഈ പേടിയൊക്കെ ഇവരുടെ മനസ്സിൽ നിന്ന് പോകാത്ത കുട്ടികളുണ്ട്. ചിലവരൊക്കെ ലൈഫിൽ സൈലൻ്റ് ആയി പോകും, ഒന്നിനോടും അവർ ഭയങ്കര ഇൻട്രോവേർട്ടായി പോകും. അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ, കുട്ടികളെല്ലാം മുതിർന്നവരായാലും കുറേ പേര് നമ്മുടെ ചുറ്റുമുണ്ട്. ഇവരൊക്കെ നമുക്ക് ഇതിലൂടെ മാറ്റിയെടുക്കാൻ പറ്റില്ലേ? തീർച്ചയായിട്ടും മാറ്റാം. അത് ബിലീഫ് ട്രാൻസ്ഫറിലൂടെ അവരുടെ ബിലീഫ് മാറ്റാൻ പറ്റും. കാരണം 0 to 7 years ഒരു കുഞ്ഞിന് സബ് കോൺഷ്യസ് മൈൻഡ് മാത്രമേ ഉള്ളൂ. ഇപ്പം ചുറ്റും നടക്കുന്ന എല്ലാം സ്പോഞ്ച് പോലെ വലിച്ചെടുക്കും. ഇപ്പം ഞാൻ ആ കുട്ടിയോട് ആ കുട്ടി ചെയ്യുന്ന തെറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ ഞാൻ ചെയ്യുന്ന ശരിയാണോ തെറ്റായി പോവോന്ന് ചിന്തിക്കും. മരിക്കുന്നത് വരെ ആ തോട്ടം ഉള്ളിലുണ്ടാവും. കാരണം നമ്മൾക്ക് ഇപ്പോൾ കോൺഷ്യസ് മൈൻഡ് ഉണ്ട്. 8 years കൊണ്ട് നമുക്ക് കോൺഷ്യസ് മൈൻഡ് ഡെവലപ്പ് ആവും. ഇപ്പോൾ 7 years വരെ നമ്മൾ ചുറ്റും നടന്ന കാര്യങ്ങൾ, നമ്മൾ കേട്ടത്, കണ്ടത്, എക്സ്പീരിയൻസ് ചെയ്തത്, പേരൻസ് പറഞ്ഞത്, പേരൻസ് തമ്മിലുള്ള ഫൈറ്റ്സ്, ഇതൊക്കെയാണ് ആ കുട്ടിയുടെ മൈൻഡിലുള്ളത്. അപ്പോൾ ഇതാണ് ആ ലൈഫായിട്ട് പ്രൊജക്റ്റ് ചെയ്യുന്നത് നമ്മൾ. ആ പ്രൊജക്റ്റ് ചെയ്യുന്നത് റിഫ്ലക്ട് ബാക്ക് ചെയ്യുന്നു. പല വ്യക്തികളിലൂടെ ആ സെയിം സിറ്റുവേഷൻ ക്രിയേറ്റ് ആവുന്നുണ്ട്. ചിലപ്പം അച്ഛനും അമ്മയും ജീവിച്ച ആ സെയിം സിറ്റുവേഷനിലൂടെ ആയിരിക്കും ഈ കുഞ്ഞ് വലുതാവുമ്പം ആ കുഞ്ഞും പാർട്ട്ണറും ജീവിച്ചു തീർക്കുന്നത്. അപ്പോൾ സെയിം നമ്മൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഇതാണെന്ന് മനസ്സിലാക്കി നമുക്ക് പണ്ട് നമ്മളെ പേടിപ്പിച്ച കഥകൾ റീനറേറ്റ് ചെയ്യുക. സ്റ്റോറി, സബ് കോൺഷ്യസ് സ്റ്റോറി റീനറേറ്റ് ചെയ്യുക, റീപ്രോഗ്രാം ചെയ്യുക. അത് ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പോൾ ഇപ്പം ഞാനൊക്കെ ഹീലിംഗ് ചെയ്ത സമയത്ത് വൂം ഹീലിംഗാണ് ചെയ്തത്. റീബർത്തിങ് ഒക്കെ ചെയ്തു. അതായത് അങ്ങനെയുള്ള പ്രോസസ്സ് ഉണ്ട്. നമുക്ക് മുമ്പിലോട്ട് തിരിച്ചു പോയിട്ട് റീബർത്ത് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് കേൾക്കുന്നവർ ചിലപ്പോൾ ട്രോളാൻ ചാൻസ് ഉണ്ട്, പക്ഷേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തിരിച്ചു പോയി റീബർത്ത് ജനിക്കാൻ പറ്റും. അത്രയും ഡീപ്പിലേക്ക് നമുക്ക്. പക്ഷെ ഇത് കാണുന്നവർ അത് എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ ചെയ്യാൻ പറ്റും. നമുക്കൊരു സ്പിരിച്വൽ മെച്യൂരിറ്റി ആയതിനു ശേഷം സ്റ്റേജ് ബൈ സ്റ്റേജിലായിട്ടാണ് നമുക്ക് അവിടെ എത്താൻ പറ്റുള്ളൂ. അല്ലാതെ ലേയേഴ്സ് ആൻഡ് ലേയേഴ്സ് ഹീലിംഗ് നമ്മൾ ചെയ്താലേ നമുക്ക് അത് അവിടെ എത്താൻ പറ്റുള്ളൂ. പെട്ടെന്ന് പോയിട്ട് നമ്മൾ ഒരു ഹീലിംഗും ചെയ്യാൻ പാടില്ല. തീർച്ചയായിട്ടും.